നമ്മുടെ രാജ്യം ഒരു വൻ ശക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും ലോകത്തെ വിറപ്പിക്കുന്ന ശക്തിയായി ഇന്ത്യ ഉയരുകയാണെന്നും ഒക്കെയാണല്ലോ നമ്മൾ ദിനം പ്രതി കേൾക്കുന്നത്. വിശ്വഗുരുവിന്റെ നേതൃത്വത്തിൽ രാജ്യം മുൻപോട്ടാണ് കുതിക്കുന്നത് എന്നാണല്ലോ അവകാശവാദം. പക്ഷേ സത്യത്തിൽ കാര്യങ്ങൾ അങ്ങനെയാണോ നടക്കുന്നത്? ചില കാര്യങ്ങളിൽ രാജ്യം തീരുമാനം എടുക്കേണ്ടപ്പോൾ അതിന് പിന്നിൽ മറ്റേതോ ശക്തി പ്രവർത്തിക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ സ്വാഭാവികമായി തോന്നുന്ന സംശയത്തിന്റെ കാരണം കൂടി പറയാം. അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ത്യയിൽ വന്നിട്ട് ഒരു കാര്യം പറഞ്ഞു. വെനിസ്വലയുടെ പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് വരുന്നുണ്ടെന്നും ആ സന്ദർശനത്തിൽ നമ്മൾ ഏത് രാജ്യത്ത് നിന്നാണ് ക്രൂഡ് ഓയിൽ വാങ്ങേണ്ടതെന്ന് തീരുമാനിക്കാൻ പോവുകയാണെന്നും ഒക്കെയാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. അപ്പൊ മനസ്സിലാവാത്തൊരു കാര്യം കൂടി പറയട്ടെ. ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യം എന്ന നിലയിൽ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി പറയേണ്ടതാണ്. അല്ലാതെ അമേരിക്കൻ ഉദ്യോഗസ്ഥൻ വന്ന് നമ്മുടെ തീരുമാനങ്ങൾ ലോകത്തോട് വിളിച്ച് പറയുകയാണോ വേണ്ടത്? നമ്മളൊരു വലിയ ജനാധിപത്യ രാജ്യമാണെന്ന് അഭിമാനിക്കുന്നവരാണ്. എന്നാൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ നയതന്ത്രം എവിടെ നിൽക്കുന്നുവെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതില്ലേ? നമ്മൾ എണ്ണ വാങ്ങുന്ന കാര്യത്തിൽ പോലും മറ്റുള്ളവർ തീരുമാനങ്ങൾ എടുക്കുന്ന അവസ്ഥ വന്നാൽ പിന്നെ എന്തിനാണ് നമ്മൾ സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കുന്നുവെന്ന് അവകാശപ്പെടുന്നത്? പോട്ടെ, ഈ രീതിയിൽ കൂടി ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ വിദേശകാര്യമന്ത്രി അമേരിക്കയിൽ പോയിട്ട് അമേരിക്ക ആരെയാണ് ആദ്യം സന്ദർശിക്കേണ്ടത് തീരുമാനമെടുക്കുന്നു. അതിനവർ സമ്മതിക്കുമോ? തീർച്ചയായിട്ടും അവർ സമ്മതിക്കില്ല. അവരുടനെ അവരുടെ പ്രസിഡന്റിനെ ചോദ്യം ചെയ്യും. ആ സ്വാതന്ത്ര്യം അവിടെയുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ചോദ്യം ചോദിക്കാൻ നമുക്ക് മടിയാണ്. എല്ലാം നല്ലപടി നടക്കുന്നുണ്ടെന്ന് കരുതി നമ്മൾ മിണ്ടാതിരിക്കും. ഇത്തരം രീതികൾ ഇത് ആദ്യമായല്ല നടക്കുന്നത്. 2019 ഇറാനിൽ നിന്ന് നല്ല വിലയിൽ എണ്ണ കിട്ടിയിരുന്ന സമയത്ത് അമേരിക്ക പറഞ്ഞതുകൊണ്ട് മാത്രം നമ്മളത് വേണ്ടെന്ന് വെച്ചു. അന്ന് നമുക്ക് കിട്ടിയിരുന്ന ലാഭവും അനുകൂല സാഹചര്യവും നമ്മൾ കളഞ്ഞു. പിന്നീട് റഷ്യയിൽ നിന്നും മറ്റുമൊക്കെ എണ്ണ വാങ്ങേണ്ടി വന്നു. ഓരോ തവണയും നമ്മൾ നമ്മുടെ സൗകര്യത്തിനല്ല, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യത്തിനനുസരിച്ചാണ് തീരുമാനങ്ങൾ മാറ്റുന്നത്. വേറെ ഒരു ഉദാഹരണം കൂടി പറയാം. പാകിസ്ഥാനുമായുള്ള അതിർത്തി വിഷയത്തിൽ നടന്ന വെടിനിർത്തലിന്റെ കാര്യം. ഇന്ത്യയുടെയോ പാകിസ്ഥാന്റെയോ ഉന്നത ഉദ്യോഗസ്ഥർ ഔദ്യോഗികമായി അറിയിക്കുന്നതിന് മുൻപേ ട്രംപും റൂബിയോയും കൂടി ഒരു ട്വീറ്റ് ചെയ്തു. എന്ത്? വെടിനിർത്തൽ എന്ന്. അതിനുശേഷമാണ് നമ്മളത് സ്ഥിരീകരിച്ചത് പോലും. ഇത്ര വലിയ തീരുമാനങ്ങൾ നമ്മൾ എടുക്കുന്നതാണോ അതോ പുറത്തു നിന്ന് അടിച്ചേൽപ്പിക്കുന്നതാണോ എന്നാണ് ചിന്തിക്കേണ്ടത്. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ പരമാധികാരത്തെ കുറിച്ചൊരു സാധാരണക്കാരന് തോന്നുന്ന ആശങ്ക തെറ്റല്ല. പാകിസ്ഥാൻ രാഷ്ട്രീയത്തിൽ അമേരിക്ക നടത്തിയ ഇടപെടലുകളെ കുറിച്ച് വ്യക്തമായ തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട്. മുൻ പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ പുറത്താക്കുന്നതിൽ അമേരിക്കയുടെ പങ്ക് അവിടുത്തെ ഔദ്യോഗിക രേഖകളിൽ നിന്ന് തന്നെ തെളിഞ്ഞിരുന്നു. ഒടുവിൽ ഇമ്രാൻഖാൻ ജയിലിലാവുകയും ചെയ്തു. അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് ഇടപെടാൻ സാധിക്കുമെങ്കിൽ അതുപോലൊരു അവസ്ഥ ഇന്ത്യക്ക് വരുമോ എന്ന് പേടിയാണോ സർക്കാർ ഇത്രയധികം വിട്ടുവീഴ്ചകൾ ചെയ്യാൻ തയ്യാറാവുന്നതെന്ന ചോദ്യം പലരും ഉന്നയിക്കുന്നുണ്ട്. ഇതൊന്നും ആരും ചോദിക്കാനില്ല. പ്രധാനമന്ത്രിയോട് ചോദിച്ചാൽ മറുപടി കിട്ടുമെന്ന് പ്രതീക്ഷയില്ല. അദ്ദേഹം നടത്തുന്ന മൻ കി ബാത്തിൽ ഇത്തരം ഗൗരവകരമായ ചോദ്യങ്ങൾ ചർച്ചയാകുന്നില്ല. അതുകൊണ്ട് ഈ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മൾ ലോകശക്തിയാകാൻ നോക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ രാജ്യത്തിന് കൃത്യമായ നിലപാടുണ്ടാകണം. അല്ലാതെ മറ്റൊരാളുടെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു രാജ്യമായി നമ്മൾ മാറരുത്. നമ്മുടെ രാജ്യം സ്വന്തം കാലിൽ നിൽക്കാൻ ശേഷിയുള്ളതാണ്. പക്ഷെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഇത്തരം പതർച്ചകൾ കാണിക്കുന്നത് ശരിയല്ല. നമ്മളൊരു രാജ്യമായി ചിന്തിക്കുമ്പോൾ ഇത്തരം ചോദ്യങ്ങൾ ഉയർത്തേണ്ടത് നമ്മുടെ കടമയാണ്. ഇതൊക്കെ ആലോചിക്കുമ്പോൾ നിങ്ങൾക്കും തോന്നുന്നില്ല എവിടെയോ ഒന്ന് പിഴയ്ക്കുന്നുണ്ടെന്ന്? നമ്മൾ ഇതിനെക്കുറിച്ച് ഗൗരവമായി തന്നെ ചിന്തിക്കണം. കാരണം ഇത് നമ്മുടെ നാടിന്റെ അന്തസ്സിനെ കൂടി ബാധിക്കുന്ന കാര്യമാണ്.